എന്നും ഈ സിമ്പിൾ ക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലാണ് കൊണ്ട് നിർത്താറ്. ഇന്ന് സത്യമായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഇത് പേപ്പർ ക്രാഫ്റ്റ് ആണ്. പറഞ്ഞ പോലെ തന്നെ ഇന്ന് അധികം ടൈമൊന്നും എടുത്തിട്ടല്ല ചെയ്യുന്നത്. കൂടി പോയ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടു. എന്തോ പേപ്പർ ക്രാഫ്റ്റിനോട് പ്രിയമില്ലാത്ത എനിക്ക് ഇന്ന് പേപ്പറിനോട് എന്തോ ഒരു പ്രിയം തോന്നിയിട്ട് ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ചൂസ് ചെയ്തു. ഒരു മിനി നോട്ട്ബുക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ 2 എണ്ണം എന്റെ പൗച്ചിനകത്ത് മസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം, കുളിപ്പിച്ച് പൊട്ട് തൊടിയിച്ചാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ പോയി വരുന്ന പോലെ അങ്ങനെ ആവില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ആർക്കും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ നോട്ട്ബുക്ക് 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനും സൈൻ ഇട്ട് കോളാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് കാര്യം സ്കൂളിലാണ് പുള്ളിക്കാരന്റെ മുഖ്യ സ്ഥാനം. ഇപ്പോഴത്തെ ജെൻസീസ് മോഡലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ വേറെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ SOS കളി, ക്ലാസ്സിലുള്ള ഒരു ഗ്യാങ്ങിന്റെ തന്നെ സൈനും അവരുടെ ഒപ്പീനിയൻസും സീക്രട്സ്, ഡയറീസ്, കാര്യങ്ങൾ അങ്ങനെ പലതും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. അങ്ങനെ പുള്ളിക്കും ഉണ്ടാവും കുറെ കഥകൾ ഇങ്ങനെ പറയും. ഓർമ്മകൾ എന്ന് പറഞ്ഞ് പങ്കിടാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ സമയം പോരാ. ഓർമ്മകൾ പങ്കിട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നോട്ട്ബുക്കിന്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. ഞാനിവിടെ ഒരു ഓഫ് വൈറ്റ്, യെല്ലോ, പർപ്പിൾ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അല്ല, അതിന്റെ A4 ഷീറ്റ് എടുത്താലും മതി. പേജസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് കളർ പേപ്പേഴ്സ് ആയാലും അത് ബ്രൈറ്റ് ആൻഡ് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായിട്ട് ബുക്കിന് എന്തായാലും ഒരു കവർ വേണ്ടേ. കവറിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റിക്കി ഗ്ലിറ്റർ പേപ്പറാണ്. നമ്മൾ മുറിക്കുന്ന ഗ്ലിറ്റർ പേപ്പർ 1 സെന്റിമീറ്റർ കൂട്ടിയിട്ട് വേണം ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും വെച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്കിന്റെ ലുക്കിന്ന് മാറി ഒരു മിനി ഡയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വാക്ക് പാലിച്ച പോലെ തന്നെ സിമ്പിൾ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.